ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ വിവാദം ആളുന്നു. തന്റെ മേൽവിലാസത്തിൽ കള്ള വോട്ടുകൾ ചേർത്തുവെന്ന തൃശൂർ പൂങ്കുന്നത്തെ വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ ശരിവെച്ച് ബൂത്ത് ലെവൽ ഓഫീസർ. തൃശൂരിലും ആലത്തൂരിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടായിരുന്ന RSS നേതാവ് വിശദീകരണവുമായി ഇന്ന് രംഗത്തെത്തി. ആലത്തൂരിൽ മാത്രമാണ് വോട്ട് ചെയ്തതെന്ന് ഷാജി വരവൂർ പറഞ്ഞു. കൊല്ലത്തും തൃശൂരിലും വോട്ടുണ്ടായിരുന്ന സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപി തൃശൂരിലാണ് വോട്ട് ചെയ്തത്. തൃശൂർ പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിൽ കള്ളവോട്ടുകൾ തങ്ങളുടെ മേൽവിലാസത്തിൽ ചേർത്തെന്നായിരുന്നു 24-നോട് പ്രസന്ന അശോകന്റെ വെളിപ്പെടുത്തൽ. ഇക്കാര്യം ശരിവെക്കുകയാണ് ബൂത്ത് ലെവൽ ഓഫീസറായിരുന്ന ആനന്ദ് സി മേനോൻ. അത് അന്ന് തന്നെ തീർന്ന കേസാണ്. ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ റിപ്പോർട്ടും ഇലക്ഷന് മുന്നേ തന്നെ തലേദിവസം ഞാൻ മുന്നത്തെ ദിവസമായിട്ട് ഇലക്ഷൻ കമ്മീഷനും ഇയറൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. ആബ്സെന്റ്, ഡെത്ത്, ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ഉണ്ട്. അത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇതിനിടെ RSS നേതാവ് ഷാജി വരവൂരും കുടുംബവും തൃശൂരിലും ആലത്തൂരിലും വോട്ട് ചേർത്തെന്ന വിവരവും പുറത്തു വന്നു. വോട്ടർ പട്ടികയുടെ പകർപ്പ് 24-ന് ലഭിച്ചു. എന്നാൽ ആലത്തൂരിൽ മാത്രമാണ് വോട്ട് ചെയ്തതെന്നാണ് ഷാജി വരവൂരിന്റെ വിശദീകരണം. എനിക്കറിയില്ല ഇങ്ങനെയുള്ള നിയമം. നമ്മളിപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വോട്ട് തൃശ്ശൂർക്ക് മാറ്റുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ വോട്ടുണ്ടാകുമ്പോൾ അവിടെ വോട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ നോക്കുമ്പോൾ അവിടെയുണ്ട് ഇവിടെയുണ്ട് വോട്ട്. പക്ഷേ ഞാൻ ഒരു സ്ഥലത്തെ വോട്ട് ചെയ്തിട്ടുള്ളൂ. സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കെതിരെയും ഇരട്ട വോട്ട് ആരോപണമുയർന്നു. സുഭാഷ് ഗോപിക്ക് കൊല്ലത്തും തൃശൂരിലുമാണ് വോട്ട്. എന്നാൽ സുഭാഷ് ഗോപി കൊല്ലത്ത് വോട്ട് ചെയ്തിട്ടില്ലെന്നാണ് വിവരം. സൂരജ് സജി, 24, തൃശൂർ. വോട്ട് വിവാദം കത്തുന്നതിനിടെ MP സ്ഥാനത്ത് നിന്ന് സുരേഷ് ഗോപിയുടെ രാജി ആവശ്യപ്പെട്ട് CPM-ഉം കോൺഗ്രസും. തൃശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും മാന്യതയുണ്ടെങ്കിൽ സുരേഷ് ഗോപി രാജിവെക്കണമെന്ന് UDF സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരനും ആവശ്യപ്പെട്ടു. പരാതിയുണ്ടെങ്കിൽ കോടതിയിൽ പോകാമെന്നാണ് BJP നേതാവ് V മുരളീധരന്റെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി തൃശൂരിലെ ആരോപണങ്ങളിൽ സുരേഷ് ഗോപിക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് LDF-ഉം UDF-ഉം. തൃശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണമെന്നും സുരേഷ് ഗോപിയുടെ മൗനം ദുരൂഹമെന്നും മന്ത്രി വി ശിവൻകുട്ടി. യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് ഇവിടെ ഒരു റീഇലക്ഷൻ നടത്തണം. സുരേഷ് ഗോപി ചെയ്യേണ്ടത് അദ്ദേഹം ഇതുവരെ ഇതിനെ സംബന്ധിച്ചിടത്തോളം മൗനം പാലിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ഈ ആക്ഷേപങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യസന്ധമായ വിശദീകരണം നൽകുന്നതിന് വേണ്ടി കഴിയില്ല. ആലത്തൂരിലെ BJP വോട്ടുകൾ തൃശൂരിലേക്ക് മാറ്റിയെന്ന് K മുരളീധരൻ. വോട്ട് ചോദിച്ച് ഫ്ളാറ്റുകളിലെത്തുമ്പോൾ പലപ്പോഴും അകത്ത് കയറ്റിയിരുന്നില്ല. ഈ വോട്ട് ചേർത്തു കള്ളത്തരം കാണിച്ചു എന്നുള്ളത് വ്യക്തമായ സാഹചര്യത്തിൽ ഒരു ധാർമ്മികമായിട്ട് രാജിവെക്കുന്നതാണ് നല്ലതെന്നേ പറയുന്നു. രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അധികം കൂടുതൽ കാലം MP ആയിട്ടിരുന്നാൽ അത്രയും UDF-ന് നല്ലതാണ്. തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും പരാതി അറിയിക്കാനുള്ള അവസരമുണ്ടെന്നാണ് BJP നേതാവ് V മുരളീധരന്റെ മറുപടി. രാജിവെക്കണമെന്ന ആവശ്യം തമാശ. ശിവൻകുട്ടി ഇങ്ങനെ തമാശ അടക്കം പറയുന്ന ആളാണ്. ഗോവിന്ദസ്വാമി ചാടിപ്പോയപ്പോഴും ശിവൻകുട്ടി ചില തമാശകൾ പറഞ്ഞു. അതുകൊണ്ട് ശിവൻകുട്ടിയുടെ തമാശകൾക്ക് ഞാൻ മറുപടി പറയേണ്ട ആളല്ല. എന്നാൽ തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 24, തൃശൂർ. കൊച്ചിയിൽ ഒരു കെട്ടിടത്തിന്റെ വിലാസത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ ചേർത്തത് 83 അതിഥി തൊഴിലാളികളെ. ഇതിനോട് ചേർന്നുള്ള വീടിന്റെ വിലാസത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് 36 അതിഥി തൊഴിലാളികളാണ്. കൊച്ചി കോർപ്പറേഷനിലെ മുണ്ടംവേലിയിലാണിത്. ഇങ്ങനെ വോട്ട് ചേർത്തതിന്റെ തെളിവുകൾ 24 ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. വോട്ടുകൊള്ള, വോട്ടർ പട്ടിക പരിഷ്കരണം എന്നിവയിലെ പ്രതിഷേധം സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കും. വോട്ടേഴ്സിന്റെ അവകാശങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ യാത്ര ഈ മാസം 17-ന് ബീഹാറിൽ നിന്ന് ആരംഭിക്കും. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, തേജസ്വി യാദവ് എന്നിവർ പ്രചാരണ യാത്രയുടെ ഭാഗമാകും. തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണങ്ങളിൽ ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പരാതിയുമായി TN പ്രതാപൻ വ്യാജരേഖ ചമച്ചുവെന്നും വ്യാജ സത്യവാങ്മൂലം നൽകിയെന്നും ചൂണ്ടിക്കാട്ടി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്നും. സൂരജ്, എന്തൊക്കെയാണ് ഈ പരാതിയിൽ പറയുന്നത്? അതിൽ പോലീസ് എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുമോ? അങ്ങനെ പോലീസിന് നടപടിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പരാതിയാണോ ഇപ്പോൾ TN പ്രതാപൻ നൽകിയിരിക്കുന്നത്?
വിജയകുമാർ, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ സജീവമാവുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു. കാരണം ഈ പലരുടെയും മേൽവിലാസം അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത സംഭവങ്ങളുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇതൊരു ക്രിമിനൽ കുറ്റമായി കണ്ടുകൊണ്ട് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള കോൺഗ്രസിന്റെ ഒരു നീക്കം വന്നിരിക്കുന്നത്. ഇതിൽ നിർണായകമാകുന്നത് ഇപ്പോൾ മുൻ MP കൂടിയായിട്ടുള്ള TN പ്രതാപൻ നൽകിയ പരാതി തന്നെയായിരിക്കും. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് അല്പം മുമ്പ് സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ട് നേരിട്ട് TN പ്രതാപൻ ഈ പരാതി കൈമാറിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് വ്യാജരേഖയും വ്യാജ സത്യവാങ്മൂലം നൽകി തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് ചേർത്തു സുരേഷ് ഗോപി എന്ന ആരോപണമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കാര്യക്ഷമമായ അന്വേഷണം വേണം. വ്യാജരേഖകൾ അടക്കം ചമച്ചുകൊണ്ടാണ് തൃശൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ, അതായത് പാർലമെന്റിന്റെ പരിധിയിൽപ്പെടുന്ന നിയമസഭാ നിയോജക മണ്ഡലത്തിൽ വ്യാപകമായി വോട്ടുകൾ ചേർത്തതെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യാജരേഖയെക്കുറിച്ചും സുരേഷ് ഗോപി നൽകിയ വ്യാജ സത്യവാങ്മൂലത്തെക്കുറിച്ചും അടക്കം അന്വേഷണം വേണം. അതായത് സുരേഷ് ഗോപി നൽകിയത് വ്യാജ സത്യവാങ്മൂലമാണ് എന്നുള്ളതാണ് ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ പോലീസ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് നീങ്ങിയിരിക്കുന്നത്. നേരത്തെ, അതായത് കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അടക്കം സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും വോട്ടുകൾ തൃശൂരിലേക്ക് മാറ്റിയതിലടക്കം ഗുരുതരമായ ആരോപണം മുന്നോട്ട് വച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിക്കൊണ്ട് നിയമവഴിയിലേക്ക് കൂടി കോൺഗ്രസ് കടന്നിരിക്കുന്ന. വിജയകുമാർ, ഇതിൽ സൂരജ്, എന്തെങ്കിലും പോലീസിന്റെ പ്രതികരണമുണ്ടോ? അതോ ഈ പരാതി വാങ്ങി എന്നതിനപ്പുറത്തേക്ക് പോലീസിന്റെ എന്തെങ്കിലും നടപടി സംബന്ധിച്ച വിവരങ്ങളുണ്ടോ ഈ ഘട്ടത്തിൽ? വിജയകുമാർ, സ്വാഭാവികമായും ഈ പരാതി വന്ന പശ്ചാത്തലത്തിൽ പോലീസിന് പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തേണ്ടി വരും. ആ പരാതി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വീകരിച്ച പശ്ചാത്തലത്തിൽ പ്രാഥമികമായ അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഒന്നുകിൽ ഈ പരാതി മടക്കാം, അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാം. എന്തായാലും ഈ പരാതി ലഭിച്ച പശ്ചാത്തലത്തിൽ പ്രാഥമികമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ പ്രാഥമികമായി ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷണം നടത്തും. അത് ഏതെങ്കിലും തരത്തിൽ വ്യാജരേഖ ചമച്ചിട്ടുണ്ടോ എന്ന സംബന്ധിച്ചെല്ലാം തന്നെ അന്വേഷണം നടത്തിയായിരിക്കും തുടർ നടപടിയുമായി പോലീസും മുന്നോട്ട് പോവുക. വിജയകുമാർ. സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇക്കാര്യത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് പരിശോധിക്കണം. വ്യാജ സത്യവാങ്മൂലം നൽകി, വ്യാജരേഖ ചമച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് സുരേഷ് ഗോപിക്കെതിരെ TN പ്രതാപൻ നൽകിയ പരാതിയിലുള്ളത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന റിപ്പോർട്ടിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. കൊച്ചിയിൽ ഒരു കെട്ടിടത്തിന്റെ വിലാസത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ ചേർത്തത് 83 അതിഥി തൊഴിലാളികളെയാണ്. ഇതിനോട് ചേർന്നുള്ള വീടിന്റെ വിലാസത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് 36 അതിഥി തൊഴിലാളികളാണ്. കൊച്ചി കോർപ്പറേഷനിലെ മുണ്ടംവേലിയിലാണ് ഈ സംഭവം. ഇങ്ങനെ വോട്ട് ചേർത്തതിന്റെ തെളിവുകൾ 24 ലഭിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിലേക്ക്. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിന് പിന്നാലെയാണ് കൊച്ചി കോർപ്പറേഷൻ പരിധിയിലും വ്യാപക ക്രമക്കേടിന്റെ തെളിവുകൾ പുറത്തുവരുന്നത്. വിദേശത്ത് താമസിക്കുന്ന വീട്ടുടമയുടെ വിലാസത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 36 വോട്ടുകളാണ് രേഖപ്പെടുത്തിയത്. ഇതിനു പുറമെയാണ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള പട്ടികയിൽ 400 സ്ക്വയർ ഫീറ്റുള്ള അടച്ചിട്ട കെട്ടിടത്തിൽ 83 വോട്ടുകൾ ചേർത്തത്. ഇങ്ങനെ വോട്ട് ചേർക്കപ്പെട്ടവരെല്ലാം അതിഥി തൊഴിലാളികളാണ്. പലരും കരാർ ജോലികൾക്കായി ഇവിടെ എത്തിയവരുമാണ്. സ്ഥിര താമസക്കാരല്ലാത്ത ഇത്തരം തൊഴിലാളികളുടെ വോട്ട് എങ്ങനെ പട്ടികയിൽ ചേർത്തു എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഏത് ഒരു പഴയ കെട്ടിടമാണെന്നാണ് കോർപ്പറേഷനിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. അത് 400 സ്ക്വയർ ഫീറ്റുള്ള ഒരു കെട്ടിടമാണ്. ആ കെട്ടിടം, പഴയ കെട്ടിടം പൊളിച്ചു കളഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ഒരു 3 കൊല്ലത്തിന് മുമ്പ് അവിടെ ടാക്സ് അടച്ചായിട്ട് അറിയാൻ സാധിച്ചു. അവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള പല നോർത്ത് ഇന്ത്യൻ ആളുകളുടെ പേരുകളാണ് വന്നിരിക്കുന്നത്. എങ്ങനെ വന്ന് എന്താണെന്ന് അറിയില്ല. അവിടുത്തെ ആളുകൾ ഈ ആൾക്കാരെ അറിയാനും പാടില്ല. പ്രാഥമിക പരിശോധനയിൽ ഇവർക്കെല്ലാം സ്വന്തം സംസ്ഥാനത്തും വോട്ടുണ്ട്. നിലവിൽ കോൺഗ്രസ് ആണ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിലെ പുതിയ വോട്ടർ പട്ടികയിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്തെന്ന ആരോപണം BJP ഉന്നയിച്ചു. കുട്ടനെല്ലൂർ 17ാം ഡിവിഷനിലെ വോട്ടർ പട്ടികയിൽ 400-ലധികം കള്ളവോട്ടുകൾ ചേർത്തെന്നാണ് ആരോപണം. 24 കൊച്ചി. അതേസമയം വോട്ടുകൊള്ള ആരോപണത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച മുതൽ ബീഹാറിൽ നിന്ന് പ്രചാരണ യാത്ര തുടങ്ങും. പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല എന്നും ഇനിയും കാര്യങ്ങൾ പുറത്തുവരാനുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ആരോപണങ്ങളിൽ കോൺഗ്രസിന്റെ കയ്യിൽ തെളിവില്ല എന്നാണ് BJPയുടെ മറുപടി. വോട്ടുകൊള്ള, വോട്ടർ പട്ടിക പരിഷ്കരണം എന്നിവയിലെ പ്രതിഷേധം സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കും. വോട്ടേഴ്സിന്റെ അവകാശങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ യാത്ര ഈ മാസം 17-ന് ബീഹാറിൽ നിന്ന് ആരംഭിക്കും. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, തേജസ്വി യാദവ് എന്നിവർ പ്രചാരണ യാത്രയുടെ ഭാഗമാകും. തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണങ്ങളിൽ സംസ്ഥാന തലങ്ങളിൽ പ്രചാരണം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. പരാജയപ്പെടുന്നിടങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന്റെ ആരോപണങ്ങളെന്ന് BJP. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം ജനങ്ങളുടെ വിശ്വാസം ലഭിക്കാതിരിക്കുമ്പോൾ അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയും ചോദ്യം ചെയ്യുന്നത്
ഭരണഘടനാ സ്ഥാപനങ്ങളെ അടക്കം ചോദ്യം ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ അതിനികൃഷ്ടമായിട്ടുള്ള നിലപാടാണ്. ജനങ്ങളെ കബളിപ്പിച്ചല്ല MP ആകേണ്ടതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇത്തരം വോട്ടുകൾ നേടി ജയിച്ചവർ ചിന്തിക്കണം അവർ തുടരുന്നത് ധാർമ്മികമാണോ അല്ലയോ എന്നുള്ളത്. കാരണം ജനങ്ങളെ കബളിപ്പിച്ചിട്ടല്ല നമ്മൾ MPമാരാകേണ്ടത്, ജനപ്രതിനിധികളാവേണ്ടത്. ആരോപണങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. 24 ഡൽഹി. വോട്ടുകൊള്ള ആരോപണത്തിലും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും ഇന്നും പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം. വിഷയം ചർച്ച ചെയ്യണമെന്ന് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. Papers to be laid on the table. Dr. L. Murugan. രാജ്യസഭയിൽ ശൂന്യവേളയിൽ പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചെങ്കിലും ഉപാധ്യക്ഷൻ തടഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിൽ ലോക്സഭ 3 മണിവരെയും രാജ്യസഭ 2 മണിവരെയും നിർത്തിവെച്ചു. പാർലമെന്റിന് പുറത്തും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. വോട്ടുകൊള്ള ആരോപണത്തിൽ ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അജീഷ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം അവസാനിച്ചോ? മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്ത് നീക്കിയോ? വിജയകുമാർ, ഇപ്പോൾ ഈ സമരം ഏതാണ്ട് അവസാനിച്ച് കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ്. ഈ ഓഫീസിന്റെ മുന്നിൽ തന്നെ പോലീസ് ഇപ്പോൾ ബാരിക്കേഡ് വെച്ച് ഈ പ്രവർത്തകരെ തടഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രവർത്തകർ ഏറെ നേരം ഈ ഓഫീസിന് മുന്നിൽ ഈ അവസാന സമരത്തിന്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. പ്രധാനമന്ത്രിക്കെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുമാണ് പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളെല്ലാം. നേരത്തെ ഈ സമരം തുടങ്ങിയ സമയത്ത് വലിയ ആൾക്കൂട്ടം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. കനത്ത സുരക്ഷ തന്നെയായിരുന്നു പോലീസ് ഇതിന് ചുറ്റുമൊരുക്കിയിരുന്നത്. ഇതിന്റെ ഓഫീസിന്റെ 3 സൈഡിലും ബാരിക്കേഡ് വെച്ച് ഈ പ്രവർത്തകരെ തടഞ്ഞു. പുറത്തുനിന്ന് അകത്തേക്കോ അകത്തുനിന്ന് പുറത്തേക്ക് പോലും പ്രവർത്തകരെ പോകാൻ അനുവദിച്ചിരുന്നില്ല. മാത്രമല്ല ഈ സമരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ചിലരെ അറസ്റ്റ് ചെയ്ത് ബസ്സിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ വലിയ ശക്തമായ സമരം തന്നെയായിരുന്നു ഈ വോട്ട് കൊള്ളക്കെതിരെ യൂത്ത് കോൺഗ്രസ് ഇന്നിവിടെ ദേശീയ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടത്തിയത്. പിന്നീട് ഈ അക്രമാസക്തമാവുകയായിരുന്നു. പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാവുകയും ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയും അതിന് മുകളിലൂടെ ചാടിക്കടക്കാൻ പ്രവർത്തകർ ശ്രമിക്കുകയും ചെയ്തു. ഇതിന് ഏതാണ്ട് 50 മീറ്റർ അപ്പുറത്ത് പോലും പ്രവർത്തകർക്ക് കടക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഏതാണ്ട് ദ്രുതകർമ്മ സേനയും സൈനിക വിഭാഗത്തെ ഒക്കെ പോലീസ് ഇറക്കിയിരുന്നു. ഇവിടെ കേന്ദ്ര സർക്കാർ ഇറക്കിയിരുന്നു. ഇങ്ങനെ കനത്ത പോലീസ് ബന്ദോബസ്തിലായിരുന്നു ഈ സമരം നടന്നത്. പിന്നീട് ഏതാണ്ട് പകുതിയോളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോയി. ഇപ്പോഴും കുറേ പ്രവർത്തകർ ഈ ഓഫീസിന് മുന്നിൽ തന്നെ നമുക്ക് കാണാൻ കൊടിയുമായി നിൽക്കുന്നത്. ഈ പ്രവർത്തകരെ ഇപ്പോൾ ഈ സമരം അവസാനിപ്പിച്ചു എന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പോലീസ് ഈ പ്രവർത്തകരെയൊക്കെ ഈ ബാരിക്കേഡിനുള്ളിലൂടെ തന്നെ പുറത്തേക്ക് പോകാൻ അനുവദിക്കുന്നുണ്ട്. വിജയകുമാർ. യെസ്, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സുരേഷ് ഗോപിക്കെതിരായ TN പ്രതാപന്റെ പരാതിയിൽ അന്വേഷണത്തിന് തീരുമാനമായിട്ടുണ്ട്. TN പ്രതാപൻ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തും. തൃശൂർ ACP ആണ് ഈ പരാതി അന്വേഷിക്കാൻ പോകുന്നത്. വ്യാജരേഖ ചമച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും എന്നാണ് നമ്മളുടെ തൃശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വിഷയത്തിൽ വിശദമായ നിയമോപദേശം തേടാനും തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണാധികാരിയായ കളക്ടറോട് അതിൽ ഇടപെടാൻ, അതിൽ നിർദ്ദേശം തേടാൻ പോലീസ് ഒരു വരണാധികാരി എന്ന നിലയിലോ അല്ലെങ്കിൽ ഒക്കെയുള്ള തീരുമാനം കൂടി പോലീസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. നമ്മൾ അല്പസമയത്തിനകം ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരും. ഇടുക്കി ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് കോൺഗ്രസിന്റെ പരാതി. ജില്ലയിലെ തമിഴ് ന്യൂനപക്ഷത്തിൽ ഉൾപ്പെട്ടവർക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുണ്ട് എന്നാണ് ആരോപണം. അതേസമയം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ CPM-നെതിരെ കള്ളവോട്ട് ആരോപണവുമായി അടൂർ പ്രകാശ് MP രംഗത്തെത്തി. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ 10,000-ലധികം ഇരട്ട വോട്ടുണ്ടെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. തമിഴ്നാട്ടിലെ ബോഡി നായ്ക്കന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് ഉടുമ്പൻചോല മണ്ഡലത്തിലും വോട്ടുണ്ട്. 50-ലധികം ഇരട്ട വോട്ടുള്ളവരുടെ പേര് വിവരങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടു. ഇരട്ട വോട്ട് നിലനിർത്താൻ CPIM ഇടപെടൽ നടത്തുന്നു എന്നാണ് പരാതി. തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിൽ ഒരേപോലെ തന്നെ ഇടം പിടിച്ച ആള് ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച് അത് 10,000-കണക്കിന് ആളുകളാണ്.
അവർക്ക് 2 സ്ഥലങ്ങളിലും വോട്ടവകാശമുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കള്ളവോട്ട് നടക്കുന്നത് CPIMന്റെ നേതൃത്വത്തിലാണെന്ന് അടൂർ പ്രകാശ് MP. അവിടെ തുടർച്ചയായി CPMന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ സമ്പത്ത് അവിടെ വിജയിക്കാനുള്ള അവസരം ഒരുക്കിയത് തന്നെ ഇതാണ്, കള്ളവോട്ടുകൾ. പക്ഷേ അത് പാർട്ടി പ്രവർത്തകർ എന്നുള്ളതിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പരിശോധന നടത്താതിരുന്നു എന്നുള്ളത് കൊണ്ട്, ആ പരിശോധന നടത്തിയിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ ഇതൊക്കെ കള്ളങ്ങൾ പൊളിയുമായിരുന്നു. ഇരട്ട വോട്ട് അറിയിച്ചിട്ടും ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിച്ചില്ല എന്നാണ് ആക്ഷേപം. വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്നും നേതാക്കൾ പറയുന്നു. 24 ഇടുക്കി, ഡൽഹി. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പിനെതിരായ വിമർശനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കടന്നാക്രമിച്ച സിറോ മലബാർ കത്തോലിക്ക സഭ. MV ഗോവിന്ദന്റേത് തരംതാണ പ്രസ്താവനയെന്നും ഗോവിന്ദച്ചാമിയെ പോലെ പെരുമാറരുത് എന്നുമാണ് സഭയുടെ മറുപടി. ഇത്രയും ശക്തമായ അവസരവാദം പറയുന്ന മറ്റൊരാളില്ല എന്നായിരുന്നു ആർച്ച് ബിഷപ്പിനെതിരായ MV ഗോവിന്ദന്റെ വിമർശനം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമം വന്നു. പമ്പളായി അപ്പോജിറ്റി അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല. അതുകൊണ്ടാണ് ജാമ്യം കിട്ടിയപ്പോൾ സ്തുതി. ആർക്ക്? കേന്ദ്ര അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി. കണ്ണൂർ തളിപ്പറമ്പിൽ ഇന്നലെ NGO യൂണിയൻ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്കെതിരായ MV ഗോവിന്ദന്റെ രൂക്ഷ വിമർശനം. ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടലിന് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ആർച്ച് ബിഷപ്പ് നന്ദി അറിയിച്ചത് അവസരവാദ നിലപാടായി ചൂണ്ടിക്കാണിച്ചു. തൊട്ടുപിന്നാലെ രൂക്ഷ വിമർശനവുമായി രാത്രി തന്നെ അതിരൂപതയുടെ വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങി. ഗോവിന്ദന്റേത് തരം താഴ്ന്ന പ്രസ്താവനയെന്നും സഭാ നേതാക്കൾക്ക് പ്രതികരണം നടത്താൻ AKG സെന്ററിലെ തിട്ടൂരം വേണ്ടെന്നും വിമർശനം. വീണ്ടും വിചാരമില്ലാത്ത പ്രസ്താവനയാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ ഗോവിന്ദച്ചാമിയെ പോലെ തരം താഴരുതെന്നും കത്തോലിക്ക കോൺഗ്രസ്. മൈക്ക് കാണുമ്പോൾ, മുമ്പിൽ കുറച്ച് ജനങ്ങളെ കാണുമ്പോൾ നിലവിട്ട് സംസാരിക്കരുത്. ഇപ്പം ഗോവിന്ദച്ചാമി പറയുന്നത് നമ്മൾ കാര്യമായിട്ട് എടുക്കുക. ആ നിലയിലേക്ക് സമുന്നതനായ ഒരു പാർട്ടിയുടെ പൊസിഷനിലിരിക്കുന്ന ഗോവിന്ദൻ മാഷ് സംസാരിക്കാൻ പാടില്ലെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. CPIMനെ ചീത്ത പറഞ്ഞ് RSS പിന്തുണ ഉറപ്പിക്കാനാണ് ഒരു വിഭാഗം ക്രൈസ്തവ സഭാ നേതാക്കൾ ശ്രമിക്കുന്നതെന്ന് DYFI. RSSനെ പ്രീണപ്പെടുത്താൻ, RSSനെ സന്തോഷമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവനയായിട്ട് മാത്രമേ ഇത്തരം ജൽപ്പനങ്ങളെ കാണുന്നുള്ളൂ. ഇതൊന്നും ഗൗരവമായ ഒരു രാഷ്ട്രീയ വിമർശനമായി കാണുന്നില്ല. ഗൗരവമായ രാഷ്ട്രീയ വിമർശനമാണെങ്കിൽ അന്തസ്സായി അത്തരം വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് മറുപടി പറയാൻ തയ്യാറാവണം. എന്നാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ ക്രൈസ്തവ നേതൃത്വവുമായുള്ള പരസ്യപ്പോര് തുടരേണ്ടതില്ല എന്നാണ് CPIMലെ ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. 24 കണ്ണൂർ. എറണാകുളം കോതമംഗലത്തെ 23കാരുടെ ആത്മഹത്യയിൽ പ്രത്യേക അന്വേഷണ സംഘം. പ്രതി റമീസിനെതിരെ നിർബന്ധിത മതപരിവർത്തനത്തിന് കേസെടുക്കണമോ എന്നതിൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കും. റമീസിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനൊപ്പം ഇയാളുടെ മാതാപിതാക്കളെയും പ്രതി ചേർക്കും. മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിൽ 3 ഇൻസ്പെക്ടർമാരടങ്ങുന്ന 10 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. നിലവിലുള്ള വകുപ്പുകൾക്ക് പുറമെ നിർബന്ധിത മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങളിൽ നിയമോപദേശത്തിനു ശേഷം മതി നടപടിയെന്നാണ് തീരുമാനം. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിന് പുറമെ കൂട്ടുകാരുടെ മൊഴിയും വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും ഇതിൽ തീരുമാനമെടുക്കുക. അതേസമയം നിലവിൽ റിമാൻഡിലുള്ള റമീസിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിയെ വിവിധയിടങ്ങളിലെത്തിച്ച് തെളിവെടുക്കും. ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിൽ റമീസിന്റെ മാതാപിതാക്കളെയും പ്രതി ചേർക്കാനാണ് പോലീസിന്റെ തീരുമാനം. കോതമംഗലത്തെ യുവതിയുടെ ആത്മഹത്യയിൽ രാഷ്ട്രീയ മാനം കൂടി നൽകുന്നുണ്ട് BJP. വൈകിട്ട് 5 മണിയോടുകൂടി PC ജോർജിനെ എത്തിച്ച കോതമംഗലം പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിനാണ് BJP നേതൃത്വം തയ്യാറെടുക്കുന്നത്. ലാൽകൃഷ്ണൻ, 24 തൊടുപുഴ. കേരള സാങ്കേതിക സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് ചേരാൻ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള VC ഡോക്ടർ ശിവപ്രസാദിന്റെ ഹർജിയിൽ വകുപ്പ് സെക്രട്ടറിമാർക്കും സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർക്കും നോട്ടീസ്. ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് ഹൈക്കോടതി നിർദ്ദേശം. ഹർജിയിൽ സർവകലാശാലയും കക്ഷി ചേർത്ത ഹൈക്കോടതി അടുത്ത ചൊവ്വാഴ്ചയിലേക്ക് അത് പരിഗണിക്കാനായി മാറ്റി. സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുക്കേണ്ട ധനകാര്യ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിമാർ, സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ എന്നിവർ മനഃപൂർവ്വം വിട്ടുനിൽക്കുന്നു എന്നാണ് ഹർജിയിലെ ആരോപണം. താൽക്കാലിക VC നിയമനത്തിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ. ഗവർണറുടെ ഉത്തരവ് ചട്ടവിരുദ്ധമെന്നും അത് റദ്ദാക്കണം എന്നുമാണ് ആവശ്യം. സുപ്രീം കോടതി നിർദ്ദേശിച്ച പ്രകാരമല്ല നിയമനമെന്ന് ഹർജിയിൽ സർക്കാർ ആരോപിക്കുന്നു. താൽക്കാലിക VC നിയമനത്തിൽ ഹൈക്കോടതി വിധിക്കെതിരായ ഗവർണറുടെ ഹർജി നാളെ പരിഗണിക്കാനിരിക്കെയാണ് സംസ്ഥാനത്തിന്റെ നീക്കം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനം ചട്ടവിരുദ്ധം എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിലെ പ്രധാന വാദം.
സുപ്രീം കോടതി നിർദ്ദേശത്തിനനുസരിച്ചല്ല ഗവർണർ തീരുമാനമെടുത്തത്. സർക്കാരുമായി കൂടിയാലോചിക്കാതെ ഏകപക്ഷീയമായി ഗവർണർ താൽക്കാലിക VC നിയമനം നടത്തി. നിലവിലുള്ള VCമാർക്ക് തുടരാനായി ചാൻസലർ പുതിയ വിജ്ഞാപനമിറക്കണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവാണ് ഗവർണർ നിയമനത്തിനായി ഉപയോഗിച്ചത്. എന്നാൽ ഉത്തരവിൽ സർക്കാർ പാനലിൽ നിന്ന് വേണം VC നിയമനം നടത്താനെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം പാലിച്ചില്ലെന്നും ഹർജിയിൽ സംസ്ഥാന സർക്കാർ പറയുന്നു. 24 ഡൽഹി. താൽക്കാലിക VC നിയമനത്തോടെ ഉലഞ്ഞ സർക്കാർ ഗവർണർ ബന്ധം വിഭജന ഭീതി ദിനാചരണ ആഹ്വാനത്തോടെ വീണ്ടും വഷളാകുന്നു. ഡിജിറ്റൽ സർവകലാശാല നിയമഭേദഗതി ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകാതിരിക്കുന്നതോടെ ഭിന്നത കൂടുതൽ മൂർച്ഛിക്കും. ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവർ നിയമാനുസൃതമായി പ്രവർത്തിക്കണമെന്ന് നിയമമന്ത്രി P. രാജീവ് ആവശ്യപ്പെട്ടു. സർവകലാശാലകൾ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന ഗവർണറുടെ ആഹ്വാനത്തിനെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശക്തമായി രംഗത്തെത്തിയിരുന്നു. CPM നേതൃത്വവും ഗവർണർക്കെതിരെ പ്രസ്താവനകളുമായി രംഗത്ത് വന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന കലുഷിത കാലത്തിന് ശേഷമെത്തിയ രാജേന്ദ്ര അർലേക്കറുമായി സർക്കാർ നല്ല ബന്ധം ആഗ്രഹിച്ചിരുന്നു എന്നത് വസ്തുതയാണ്. എന്നാൽ സർവകലാശാല വിഷയങ്ങളാണ് ഗവർണറുമായുള്ള മധുവിധുക്കാലം അവസാനിപ്പിച്ച് ഭരണമുന്നണിയെ ആദ്യം തെരുവിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ സർവകലാശാലകൾ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന രാജ്ഭവന്റെ സർക്കുലർ വീണ്ടും ഗവർണർക്കെതിരെ നിലപാടെടുക്കാൻ സർക്കാരിനെ നിർബന്ധിതമാക്കുന്നു. ഇപ്പോൾ വിഭജനത്തിന്റെ ഭീതി ദിനം ആചരിക്കണം എന്ന ഒരു പെട്ടെന്നൊരു വെളിപാടോടുകൂടി ചാൻസലർ രംഗത്തിറങ്ങിയിരിക്കുന്നത് അങ്ങേയറ്റം തെറ്റായ കാര്യമാണ്. കേന്ദ്ര സർവകലാശാലയല്ല, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും അടിച്ചേൽപ്പിക്കാൻ പദവി ദുരുപയോഗപ്പെടുത്തുന്നത് തെറ്റായ കാര്യമാണ്. വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന ഗവർണർ സർക്കുലർ യാദൃച്ഛികമെന്ന് CPM കരുതുന്നില്ല. സംഘപരിവാർ അജണ്ടകളുടെ മുഖ്യ പ്രചാരകനായി ഗവർണർ മാറുന്നുവെന്നാണ് പാർട്ടി ആരോപിക്കുന്നത്. സർവകലാശാലകളിലെ അന്തരീക്ഷം കലുഷിതമാക്കുന്നതിനൊപ്പം മന്ത്രിസഭ അംഗീകരിച്ച ഓർഡിനൻസിൽ ഒപ്പുവെക്കാതിരിക്കുക കൂടി ചെയ്യുന്ന ഗവർണറോട് വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിനൊരുങ്ങിയാണ് CPIM-ഉം സർക്കാരും. 24 തിരുവനന്തപുരം. സർക്കാരിന്റെ എതിർപ്പ് മറികടന്ന് ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കാൻ സർവകലാശാലകൾ. കേരള, കണ്ണൂർ സർവകലാശാലകൾ കോളേജുകൾക്ക് ഇത് സംബന്ധിച്ച് സർക്കുലർ അയച്ചു. ചാൻസലറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്നാണ് സർക്കുലർ. സെമിനാറുകളും നാടകങ്ങളും അടക്കം സംഘടിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടികൾ യൂണിവേഴ്സിറ്റിയെ അറിയിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. ഇടത് അധ്യാപക സംഘടന മുൻ സംസ്ഥാന പ്രസിഡന്റും ഡെവലപ്മെന്റ് കൗൺസിൽ ഡയറക്ടറുമായ ഡോക്ടർ V. ബിജുവാണ് കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലറിന് വേണ്ടി സർക്കുലർ അയച്ചിരിക്കുന്നത്. വിഭജന ഭീതി ദിനാചരണം നടത്താനുള്ള സർക്കുലറിനെതിരെ നാളെ ക്യാമ്പസുകളിൽ ഗവർണറുടെ കോലം കത്തിക്കുമെന്ന് SFI. ഏത് ക്യാമ്പസിൽ ഈ പരിപാടി നടത്താൻ ശ്രമിച്ചാലും തടയുമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. ആ പരിപാടി ഏത് ക്യാമ്പസിൽ നടത്തിയാലും ഞങ്ങൾ തടയും. ആ പരിപാടി നടത്താൻ അനുവദിക്കില്ല. ഇനി ഗവർണർ ഇറങ്ങി വന്ന് നടത്താം എന്നാണ് കരുതുന്നതെങ്കിൽ ഏത് ക്യാമ്പസിലും വന്നോളൂ, ഞങ്ങൾ തടയും. അതാണ് SFI തീരുമാനം. ആ പരിപാടി. അതേസമയം ഭിന്നതകൾക്കിടയിലും സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തുകയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം പ്രശംസ അർഹിക്കുന്നതാണ് എന്ന് ഗവർണർ കോട്ടയത്ത് പറഞ്ഞു. Medical facilities are very much a need of the hour, need of the society. We always claim, and it is true also, that Kerala has got very nice and very prominent medical facilities throughout the country. And our facilities are at very high level. I appreciate that. And I congratulate all the governments who have been doing this, and the people, particularly you, who have supported this. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. വസതിയിൽ നിന്ന് കെട്ടുകണക്കിന് പണം കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റ് നടപടികൾക്ക് തുടക്കം. ഇംപീച്ച്മെന്റ് നടപടികൾക്കായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള പാനൽ രൂപീകരിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇംപീച്ച്മെന്റ് നടപടികൾക്ക് തുടക്കമാവുകയാണ്. ഒരു പാനൽ രൂപീകരിച്ചു. ഹൈക്കോടതി, സുപ്രീം കോടതി ജഡ്ജിമാര്, അതുപോലെ മുതിർന്ന അഭിഭാഷകർ ഉൾപ്പെട്ടതാണ് ആ പാനൽ. ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? വിജയകുമാർ, ഈ
ഡൽഹി ഹൈക്കോടതി മുൻ ജസ്റ്റിസ് ആയിരുന്ന യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്നും പണം പിടികൂടിയ സംഭവത്തിൽ കണ്ടെത്തിയ സംഭവത്തിൽ അദ്ദേഹത്തിൻ്റെ ഇംപീച്ച്മെന്റ് നടപടികൾ അത് നേരത്തെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അത് ശുപാർശ ചെയ്യുകയും രാഷ്ട്രപതി അത് നടപടികൾക്കായി പാർലമെന്റിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ തുടർച്ചയായുള്ള നടപടികളാണ് ഇന്ന് പാർലമെന്റിൽ നടന്നത്. നേരത്തെ തന്നെ 146 ഭരണപക്ഷ എംപിമാർ ഇംപീച്ച്മെന്റ് നടപടികൾക്കായി ഒരു പ്രമേയം സ്പീക്കർക്ക് സമർപ്പിച്ചിരുന്നു. ആ പ്രമേയമാണ് സ്പീക്കർ അംഗീകരിക്കുകയും തുടർന്ന് ഇംപീച്ച്മെന്റ് നടപടികൾക്കായി ഒരു പാനൽ രൂപീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി, ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി, കൂടാതെ ഒരു മുതിർന്ന അഭിഭാഷകൻ എന്നിവരുൾപ്പെട്ടതാണ് ഈ സമിതി. സമിതിയിൽ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് അരവിന്ദ് കുമാർ അധ്യക്ഷനാണ് സമിതിയുടെ. മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മനീന്ദർ മോഹൻ ശ്രീവാസ്തവ, കർണാടക ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ BV ആചാര്യ എന്നിവരാണ് ഈ 3-അംഗ സമിതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ സമിതി വിഷയത്തെ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇംപീച്ച്മെന്റ് നടപടികൾ തുടർന്ന് പാർലമെന്റിൽ നടക്കുകയും ചെയ്യുക. നേരത്തെ ഈ ഇംപീച്ച്മെന്റ് നടപടികൾക്ക് എതിരെ ജസ്റ്റിസ് വർമ്മ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും സുപ്രീം കോടതി അദ്ദേഹത്തിൻ്റെ ആവശ്യം തള്ളുകയായിരുന്നു. അദ്ദേഹം മതിയായ അന്വേഷണം നടത്താതെയാണ് തനിക്കെതിരായ നടപടി ഉണ്ടായത് എന്നായിരുന്നു അദ്ദേഹം ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. എങ്കിൽ മതിയായ സമയവും അവസരവും അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ നൽകിയിരുന്നുവെന്നും സുപ്രീം കോടതി നിയോഗിച്ച അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിയോഗിച്ച 3-അംഗ സമിതിക്ക് മുന്നിൽ അദ്ദേഹത്തിന് നിലപാടുകൾ സമർപ്പിക്കാൻ ഉള്ള സമയവും അവസരവും ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അദ്ദേഹം പൂർണ്ണമായും അത് നിഷേധിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് എന്നുമാണ് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ നിരീക്ഷണം നടത്തിയത്. തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ഹർജി തള്ളിയത്. എന്തായാലും ഇംപീച്ച്മെന്റ് നടപടികൾ പാർലമെന്റിൽ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ആദ്യ പടിയായുള്ള അന്വേഷണ സമിതി ഒരു പാനലിനെ രൂപീകരിച്ചിരിക്കുകയാണ്. ഈ പാനലിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്ന് ഇംപീച്ച്മെന്റ് നടപടികൾ പാർലമെന്റിൽ നടക്കുക. വിജയകുമാർ. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ ആദ്യ നടപടി ഒരു പാനൽ രൂപീകരിച്ചു എന്നതാണ്. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാനായി ഈ പാനൽ സ്പീക്കർ രൂപീകരിച്ചത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. മദ്യനയത്തിനെതിരെ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ. മദ്യനയം എന്നത് ജലരേഖയായി മാറി എന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബെസലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കുറ്റപ്പെടുത്തി. റേഷൻ അരി വാങ്ങാൻ വിരൽ പതിപ്പിക്കണമെന്നാൽ മദ്യം വീട്ടുപടിക്കൽ എത്തിച്ചു നൽകും. ഇത് ശരിയായ നിലപാടല്ല എന്നും മാർത്തോമാ മാത്യൂസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഓൺലൈൻ മദ്യവിതരണത്തിൽ താൻ പറഞ്ഞതാണ് സർക്കാർ നയമെന്ന് ആവർത്തിച്ച് മന്ത്രി MB രാജേഷ്. അതിൽ മാറ്റമുണ്ടാകില്ല എന്നും മന്ത്രി പറഞ്ഞു. ഓൺലൈൻ മദ്യവിതരണം സർക്കാർ തീരുമാനിച്ചിട്ടില്ല എന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. സർക്കാരിൻ്റെ നയം എന്താണെന്നുള്ളത് ഇക്കാര്യത്തിൽ എക്സൈസ് മന്ത്രിയാണ് പറയുക എന്നുള്ളത്. അതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ജനങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. EP ജയരാജന്റെ കുടുംബത്തിന് പങ്കാളിത്തമുള്ള വൈദേകം റിസോർട്ട് വിഷയത്തിൽ വീണ്ടും CPM സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ച P ജയരാജൻ. രേഖാമൂലം പരാതി നൽകിയിട്ട് നേതൃത്വം എന്ത് നടപടി സ്വീകരിച്ചു എന്നായിരുന്നു P ജയരാജന്റെ ചോദ്യം. പരാതി പരിശോധിച്ചു വരികയാണെന്നും വിഷയം ഗൗരവമായി കാണുന്നുണ്ട് എന്നുമായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന CPIM സംസ്ഥാന സമിതി യോഗത്തിൽ വെച്ചാണ് EP ജയരാജനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന പരാതി P ജയരാജൻ വീണ്ടും ഉന്നയിച്ചത്. 2022 നവംബറിൽ തെറ്റിദ്ധരുത്തൽ രേഖ ചർച്ച ചെയ്ത സംസ്ഥാന സമിതി യോഗത്തിൽ ഉന്നയിച്ച വിഷയം നേതൃത്വം ആവശ്യപ്പെട്ടത് പ്രകാരം എഴുതി നൽകിയിട്ടും എന്ത് നടപടിയെടുത്തുവെന്ന P ജയരാജന്റെ ചോദ്യം സംസ്ഥാന സമിതിയെ ഞെട്ടിച്ചു. P ജയരാജൻ ആരോപണം ആവർത്തിക്കുമ്പോൾ EP ജയരാജൻ സംസ്ഥാന സമിതിയിൽ ഉണ്ടായിരുന്നില്ല. വാക്കാൽ ഉന്നയിച്ച ആക്ഷേപം എഴുതി തന്ന് കാലങ്ങളായിട്ടും എന്ത് നടപടി സ്വീകരിച്ചെന്ന ചോദ്യത്തിന് മറുപടി പറയാതിരിക്കാൻ നേതൃത്വത്തിനും നിർവാഹമില്ലാതായി. പരാതിയിൽ തീരുമാനമെടുക്കുന്നതിൽ കാലതാമസമുണ്ടായി എന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമ്മതിച്ചു. എന്നാൽ പരാതി ഉപേക്ഷിച്ചിട്ടില്ല, പരിശോധിച്ചു വരികയാണെന്നും സംസ്ഥാന സെക്രട്ടറി മറുപടി നൽകി. പരാതി ഗൗരവമായി തന്നെയാണ് കാണുന്നതെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ഇതോടെയാണ് P ജയരാജന്റെ അപ്രതീക്ഷിത നീക്കം സൃഷ്ടിച്ച അമ്പരപ്പിൽ നിന്ന് സംസ്ഥാന സമിതി അംഗങ്ങൾ മുക്തരായത്. എങ്കിലും നേരത്തെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന സമിതിയിലും ഉന്നയിച്ച വിഷയം P ജയരാജൻ വീണ്ടും എടുത്തിട്ടതിൻ്റെ പൊരുളറിയാതെ അവർ കുഴങ്ങി. പാർട്ടിയെ കൊണ്ട് നടപടിയെടുപ്പിച്ച് EP ജയരാജനെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കമാണ് P ജയരാജൻ നടത്തുന്നതെന്നാണ് EP അനുകൂലികളുടെ ആക്ഷേപം. അതുവഴി സംസ്ഥാന സെക്രട്ടറിയിൽ അംഗമാകാനാണ് P ജയരാജൻ ശ്രമിക്കുന്നതെന്നും EP ക്കൊപ്പമുള്ളവർ ആരോപിക്കുന്നുണ്ട്. R ശ്രീജിത്ത്, 24 തിരുവനന്തപുരം.
ദേശീയപാത പദ്ധതികളിൽ CAG പരിശോധന വേണമെന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി റിപ്പോർട്ട്. കേരളത്തിലെ NH 66 പദ്ധതിയിൽ സർക്കാർ അംഗീകരിച്ച തുകയും യഥാർത്ഥ ചെലവും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്നും റിപ്പോർട്ടിലുണ്ട്. PSC റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. വിനീത VG വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് വിനീത, എന്തൊക്കെ കാര്യങ്ങളാണ് PSC റിപ്പോർട്ടിൽ പറയുന്നത്? വിജയകുമാർ, PSC അക്കൗണ്ട് കമ്മിറ്റിയുടെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ പകർപ്പാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇതിൽ ഗുരുതരമായിട്ടുള്ള ചില കണ്ടെത്തലുകളടക്കം ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് കേരളത്തിലെ NH 66 ഹൈവേ പദ്ധതിയിൽ സർക്കാർ അംഗീകരിച്ച തുകയും ഒപ്പം തന്നെ യഥാർത്ഥ ഈ ചെലവും തമ്മിൽ വലിയ അന്തരമുണ്ടെന്നാണ് PSCയുടെ കണ്ടെത്തൽ. അതിൽ ഈ കടമ്പ്രാട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെയുള്ള പദ്ധതിക്ക് ഏതാണ്ട് 3684.98 കോടി രൂപയ്ക്കാണ് അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ കരാർ നൽകിയത് 795 കോടിക്ക് മാത്രമാണെന്നാണ് പറയുന്നത്. ഈ ദേശീയപാത വികസന പദ്ധതികൾ CAG പരിശോധിക്കണമെന്നാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ആവശ്യം. ഇതിന്റെ പകർപ്പ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഉപകരാറുകൾ നൽകുന്നത് ദേശീയപാത പദ്ധതികളുടെ ഗുണനിലവാരത്തെയും ഒപ്പം തന്നെ സമയപരിധിയെയും ബാധിക്കുന്നുവെന്നും ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുകയാണ്. ഒപ്പം തന്നെ ഇതിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഈ പദ്ധതിയിൽ NH 66 പദ്ധതിയുടെ 20 പാക്കേജുകൾക്കും അനുവദിച്ച ചെലവ് തുകയും തമ്മിൽ ഏതാണ്ട് 54% മാത്രമാണെന്നും ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ വലിയ വ്യത്യാസത്തെക്കുറിച്ച് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ആശങ്ക കൂടി ആ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ കരാർ സബ് ലീസിംഗ് ചെയ്യുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്നും ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സബ് കോൺട്രാക്ട് ചെയ്യുന്നത് അത്യാവശ്യമാണ് എങ്കിൽ അതിൽ NHAയുടെ പ്രത്യേക അനുമതിയോടുകൂടി മാത്രമേ അത് അനുവദിക്കാൻ പാടുള്ളൂ എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ ഉപകരാറുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഒപ്പം തന്നെ മുൻകൂർ അനുമതി നേടിയിട്ടുണ്ടെന്നും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും NHA ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. NH 66 എല്ലാ പദ്ധതികളും NHAI വിശദമായി അവലോകനം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചെലവ് വ്യത്യാസം ഗുണനിലവാരക്കുറവിലേക്ക് നയിക്കുന്നുണ്ടോ എന്ന് പ്രത്യേകമായും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കരാറുകൾ ടെൻഡറുകൾ നേടുന്നതിനായി വളരെ കുറഞ്ഞ വിലയ്ക്ക് കോട്ട് ചെയ്യുന്നത് തടയാൻ മന്ത്രാലയം ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യം. ഗുണനിലവാര പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ ഇതിലെ പ്രധാന കോൺട്രാക്ടറെയും ഒപ്പം തന്നെ സബ് കോൺട്രാക്ടറെയും അവരെ കരിപ്പട്ടികയിൽപ്പെടുത്തണമെന്നൊരു ആവശ്യം കൂടി PSC റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ജോലിയുടെയോ കരാർ മൂല്യത്തിന്റെയോ എത്ര ഭാഗമാണ് ഇത്തരത്തിലേക്ക് സബ് കോൺട്രാക്ട് ചെയ്തതെന്നതിന് ഒരു പരിധി കൂടി നിശ്ചയിക്കണമെന്നും പറയുന്നുണ്ട്. ജോലിയുടെ ഗുണനിലവാരം, സുരക്ഷ, സമയബന്ധിത പൂർത്തീകരണം എന്നിവയ്ക്ക് വ്യക്തമായിട്ടുള്ള നിയമങ്ങൾ രൂപീകരിക്കണമെന്നൊരു ആവശ്യം കൂടി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വിജയകുമാർ, വളരെ പ്രധാനപ്പെട്ടത് കരാർ സബ്ലീസിംഗ് ചെയ്യുന്നത് നിരുത്സാഹപ്പെടുത്തണം എന്ന് PSC പറയുകയാണ്. ഇനിയിപ്പോൾ സബ് കോൺട്രാക്ട് നൽകുന്നത് ഒഴിവാക്കാൻ കഴിയില്ലെങ്കിൽ അത് NHAയുടെ പ്രത്യേക അനുമതിയോടുകൂടി മാത്രമേ ആകാവൂ എന്നൊരു നിർദ്ദേശം കൂടി, ഒരു ശുപാർശ കൂടി PSC മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിൽ ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. കേരളത്തിലെ നാഷണൽ ഹൈവേ 66ന്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈ ശുപാർശകൾ. അതിൻ്റെ പകർപ്പാണ് 24 ഇപ്പോൾ പുറത്തുവിടുന്നത്. വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. കർണാടകയിലെ ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിൽ വെച്ച് അനുവാദമില്ലാതെ കാട്ടാനയ്ക്കൊപ്പം സെൽഫി എടുക്കാൻ ശ്രമിച്ചയാൾക്ക് പിഴയിട്ടു വനം വകുപ്പ്. ആനയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ഇയാൾ രക്ഷപ്പെട്ടത്. തനിക്ക് തെറ്റുപറ്റിയെന്നും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും വിനോദസഞ്ചാരി പറഞ്ഞു. സെൽഫിക്ക് ഒടുവിൽ പിഴ. ആനയെ പ്രകോപിപ്പിച്ചത് കർണാടക സ്വദേശിയെന്ന് വനംവകുപ്പ് കണ്ടെത്തി. 25,000 രൂപ ഇയാൾ പിഴയൊടുക്കണം. ക്ഷേത്രത്തിൽ പോയി വരവെ കൗതുകത്തിനാണ് സെൽഫി എടുക്കാൻ തുനിഞ്ഞതെന്നും ഇനി ഒരിക്കലും തെറ്റ് ಆವರ್ತಿക്കില്ലെന്നുമാണ് ഇയാൾ പറയുന്നത്. ಅದು ಆನೆಯನ್ನು ನಟ್ಟಾಡ್ಕೊಂಡು ನನ್ನ ತುಳಿದು ಎಲ್ಲ ಮಾಡಿ ನನ್ನ ಜೀವ ಉಳಿದಿರೋದೇ ಹೆಚ್ಚು. ಆದ್ರೆ ಯಾವುದೇ ಕಾರಣಕ್ಕೂ ಈ ತರ ದುಸ್ಸಾಹಸ ಯಾರು ಮಾಡಕ್ ಹೋಗ್ಬೇಡಿ. ಈ ರೀತಿ ಯಾವುದೇ ದುಸ್ಸಾಹಸಕ್ಕಾಗಲಿ ಯಾರು ಆಗಲಿ ಯಾರೂ ಈ ತರ ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ಬೇಡಿ. ആനയുടെ ആക്രമണത്തിന് പിന്നാലെ പ്രാഥമിക ചികിത്സ തേടി വീട്ടിലേക്ക് പോയ മൈസൂർ സ്വദേശിയെ വനംവകുപ്പ് പിന്നീട് കണ്ടെത്തുകയായിരുന്നു. 24 വയനാട്. ലോക ഗജദിനത്തോടനുബന്ധിച്ച് മുത്തങ്ങ ആന ക്യാമ്പിലെ കുങ്കി ആനകൾക്ക് 20 വിഭവങ്ങളോടുകൂടിയ ആനസദ്യ. നാട് വിറപ്പിച്ച പലരെയും മുത്തങ്ങയിലെത്തിച്ച സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ ആനയൂട്ടിന് തുടക്കം കുറിച്ചു.
കുളിച്ചു കുട്ടപ്പന്മാരായി മുത്തങ്ങയിലെ 11 കുങ്കിയാനകളും ആനയൂട്ടിനായി അണിനിരന്നു. പഴവർഗ്ഗങ്ങളും റാഗിയും ചോറും അവലുമടക്കം 20ഓളം വിഭവങ്ങളാണ് ആനസദ്യയിൽ ഒരുക്കിയത്. ഡോക്ടർ അരുൺ സക്കറിയ ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കമിട്ടു. ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു എസെൻഷ്യൽ പാർട്ടായിട്ട് ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. കോൺഫ്ലിക്റ്റ് മിറ്റിഗേഷൻ ആയാലും ബാക്കി വർക്കിനും ഒക്കെ നമുക്കിപ്പം എലഫൻസ് വേണം. ഇതാണിപ്പം ഇവിടെ ചെയ്യുന്നത്. അപ്പം നമ്മളെ ഫോറസ്റ്റ് ഭവൻ നമ്മൾ ക്യാമ്പ് തന്നെ കോട്ടൂർ ക്യാമ്പുണ്ട്, കോടനാടുണ്ട്, മുത്തങ്ങയുണ്ട്, ധോണിയിലുണ്ട്. സോ ഓരോ ക്യാമ്പിലും നമ്മളിത് ഗജദിനം ആഘോഷിക്കുന്നുണ്ട്. ഗ്രേറ്റ് എക്സ്പീരിയൻസ് എനിക്ക് എൻജോയ് ചെയ്യും. പക്ഷേ ഇച്ചിരി പേടിയുണ്ടായി. കൊടുത്തു. ഏറ്റവും സീനിയർ ആന സൂര്യ, പ്രമുഖ, വിക്രം, കോന്നി സുരേന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ, പല്ലവ് ദേവി, സുന്ദരി, കല്ലൂർ കൊമ്പൻ എന്ന ഭരത്, അരിക്കൊമ്പൻ ദൗത്യത്തിലെ താരം കുഞ്ചു എന്നിവർക്കാണ് ആനസദ്യ ഒരുക്കിയത്. വനം വന്യജീവി വകുപ്പും വയനാട് വന്യജീവി സങ്കേതവും സംയുക്തമായാണ് ആനയൂട്ട് ഒരുക്കിയത്. ഒരു കാലത്ത് നാടുവിറപ്പിച്ച കൊമ്പന്മാരാണ് ഇപ്പോൾ മുത്തങ്ങയിലെ അരുമകൾ. ഗജദിനത്തിൽ ഇവർക്ക് കുശാൽ. മനു ദാമോദറിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 വയനാട്. ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട് എന്ന് സാക്ഷി പറഞ്ഞ സ്ഥലത്ത് ഭൂഗർഭ പരിശോധന റഡാർ സംവിധാനം ഉപയോഗിച്ച് തെരച്ചിൽ തുടങ്ങി. സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും അന്വേഷണം തുടങ്ങി. നേത്രാവതി സ്നാനഘട്ടത്തോട് ചേർന്നുള്ള പ്രദേശത്താണ് ഇന്ന് ഭൂഗർഭ പരിശോധന റേഡാർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്താൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. താൻ ഏറ്റവും കൂടുതൽ മൃതദേഹം മറവ് ചെയ്തതായി സാക്ഷി മൊഴി നൽകിയ 13ാം നമ്പർ സ്പോട്ടാണ് ഇത്. വർഷങ്ങൾക്ക് മുൻപ് ഈ സ്ഥലമാകെ മണ്ണിട്ട് പൊക്കിയിരുന്നു. കുഴിച്ച് പരിശോധന കൊണ്ട് കാര്യമുണ്ടാകില്ലെന്ന് കണ്ടാണ് GPR പരിശോധന നടത്താൻ തീരുമാനമായത്. എല്ലാ സ്പോട്ടുകളിലും GPR പരിശോധന വേണമെന്നായിരുന്നു കാണാതായ അനന്യ ഭട്ടിന്റെ മാതാവ് സുജാത ഭട്ടിന്റെ ആവശ്യം. 2 ആഴ്ചയായി തുടരുന്ന മണ്ണ് മാറ്റിയുള്ള പരിശോധനയിൽ 2ഇടത്തു നിന്ന് മാത്രമാണ് അസ്ഥികൾ കണ്ടെത്താനായത്. സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണം ആരംഭിച്ചു. ധർമ്മസ്ഥല പഞ്ചായത്തിൽ നിന്ന് വിവിധ രേഖകൾ സംഘം കൈപ്പറ്റി. 24 ധർമ്മസ്ഥല. കൊല്ലം DCCയിൽ കയ്യാങ്കളി. INTUസിയുടെ നേതൃസംഗമത്തിനിടെയാണ് കയ്യാങ്കളി ഉണ്ടായത്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ കൈപ്പള്ളി മാധവൻകുട്ടി യോഗത്തിനെത്തിയതാണ് തർക്കത്തിൽ കലാശിച്ചത്. അരുൺരാജ് വിവരങ്ങൾ നൽകും. കൊല്ലത്ത് നിന്ന് അരുൺ, എന്താണ് സംഭവിച്ചത്? ഈ പ്രവർത്തകരൊക്കെ പിരിഞ്ഞു പോയോ? പോലീസൊക്കെ എത്തേണ്ട സാഹചര്യം ഉണ്ടായോ? വിജയകുമാർ, എന്താണ് സംഭവിച്ചതെന്ന് അവിടെ കൂടിയിരുന്ന കോൺഗ്രസുകാർക്ക് പോലും മനസ്സിലായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൊല്ലം DCCയിലാണ് ഇന്ന് INTUസിയുടെ വിവിധ യൂണിയനുകളുടെ നേതൃയോഗം വിളിച്ചു ചേർത്തത്. ജില്ലാ പ്രസിഡന്റ് വിളിച്ചു ചേർത്ത യോഗത്തിൽ INTUസി സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ പങ്കെടുക്കുകയായിരുന്നു. ഈ പങ്കെടുക്കുന്നതിനിടയിലാണ് നേരത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് കൂടിയായ ഈ കൈപ്പള്ളി മാധവൻകുട്ടി അവിടേക്ക് എത്തുന്നത്. അവിടേക്ക് എത്തുന്ന സമയത്താണ് ഏരൂർ സുഭാഷ് ഇതിനെ ചോദ്യം ചെയ്തു. എന്തിനാണ് താൻ ഇവിടെ ഈ യോഗത്തിന് എത്തുന്നതെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ചോദ്യം. കാരണം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ഇയാൾ വാദിച്ചു. പക്ഷേ അപ്പോൾ ഈ കൈപ്പള്ളി മാധവൻകുട്ടി പറഞ്ഞ ഒരു വാദം, കോൺഗ്രസിൽ നിന്നാണ് പുറത്താക്കിയത്, പക്ഷേ INTUസിയിൽ താൻ ഇപ്പോഴും ഉണ്ട്, താൻ യൂണിയന്റെ ഭാരവാഹിയാണ്, യൂണിയന്റെ പ്രസിഡന്റാണ്, സ്വാഭാവികമായും തനിക്ക് ഈ യോഗത്തിലെത്താം, ഇത് പറഞ്ഞാണ് വാക്കുതർക്കം ഉണ്ടായത്. ഒടുവിൽ കുത്തിന് പിടിക്കുന്ന അവസ്ഥ വരെ ഇരുവരും തമ്മിൽ ഉണ്ടായി എന്നുള്ളതാണ് ഈ പ്രവർത്തകരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും സംഭവം ഒടുവിൽ നേതൃത്വം അടക്കം ഇടപെട്ട് ഇപ്പോൾ പരിഹരിച്ചു. ഇപ്പോൾ യോഗം അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ തമ്മിലുള്ള പ്രശ്നം അത് ഈ നേതാക്കളെയും അതുപോലെ തന്നെ പ്രവർത്തകരെയും ഏറെ ഞെട്ടിപ്പിച്ച സംഭവമാണ്. ഏറെ നാളിന് ശേഷമാണ് ഇത്തരമൊരു സംഭവം കൊല്ലം DCCയിൽ അരങ്ങേറുന്നത്. ഈ DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന വ്യക്തിയുള്ള ഒരാൾ കൂടിയാണ് ഏരൂർ സുഭാഷ്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ കൈപ്പള്ളി മാധവൻകുട്ടി യോഗത്തിനെത്തിയതാണ് തർക്കത്തിന് ഇടയാക്കിയത്. ആ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് ഞങ്ങളുടെ കൊല്ലം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ രോഗികളായ മാതാപിതാക്കളെ കയറ്റാൻ വാഹനം റോഡ് സൈഡിൽ നിർത്തിയതിന് പോലീസ് പിഴ ചുമത്തിയെന്ന് പരാതി. മലയൻകീഴ് സ്വദേശി പ്രസാദാണ് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയത്. ട്രാഫിക് നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് നടപടിയെടുത്തത് എന്നുമാണ് തമ്പാനൂർ പോലീസിന്റെ വിശദീകരണം. രോഗികളായ മാതാപിതാക്കളെ കൂട്ടിക്കൊണ്ടുപോകാൻ തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ കാറുമായി എത്തിയപ്പോഴായിരുന്നു പരാതിക്കാസ്പദമായ സംഭവം. വാഹനം പാർക്ക് ചെയ്യാതിരുന്നിട്ടും പോലീസ് ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറിയെന്നും പിഴ ചുമത്തിയെന്നും കാണിച്ച് മലയൻകീഴ് സ്വദേശി പ്രസാദാണ് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയത്. ഓൺലൈനായി പിഴയടക്കാൻ സംവിധാനമുണ്ടായിട്ടും അനുവദിച്ചില്ലെന്നും മാതാപിതാക്കളെയും ഉദ്യോഗസ്ഥൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയെന്നും ആരോപണമുണ്ട്.
എന്നാൽ ട്രാഫിക് നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെന്നാണ് പോലീസിന്റെ വിശദീകരണം. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് 2 തവണ കാർ എടുത്തു മാറ്റാൻ നിർദ്ദേശം നൽകി. 5 മിനിറ്റ് നേരം പാർക്കിങ്ങിന് അനുവാദമില്ലാത്ത സ്ഥലത്ത് വാഹനം നിർത്തിയിട്ടിരിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. കാർ മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും അനുസരിക്കാത്തതുകൊണ്ടാണ് വാഹനം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതെന്നും തമ്പാനൂർ പോലീസ് വിശദീകരിക്കുന്നു. 24 തിരുവനന്തപുരം. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.